യോട് തട്ടിക്കയറുന്നവരുണ്ട്. ഉണ്ടാവാൻ പാടില്ല. ഇതാ നേരത്തെ പറഞ്ഞതോർത്തോ, ഇണയും തുണയുമാണ്. വേലക്കാരിയായിട്ടോ അടിമയായിട്ടോ സഹധർമ്മിണിയെ കാണരുത്. സ്വന്തം ആവശ്യങ്ങൾ ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് തുറന്നു പറയാൻ പേടിക്കുന്നുണ്ടോ? അവൾക്ക് ഭയമുണ്ടോ? എങ്കിൽ അയാൾ ഒരു ഭർത്താവായിട്ടില്ല, അയാൾ ഒരു മിനി സിംഹമാണ്. വീട് ഭരിക്കുന്ന സിംഹം എന്നേ പറയാൻ പറ്റുള്ളൂ. നാട്ടിൽ അയാൾക്ക് എത്ര സർവാംഗീകൃതനാണെങ്കിലും ശരി, സർവാംഗീകാരമുണ്ടെങ്കിലും ശരി, വീട്ടിലെത്തിയാൽ ഇയാൾ കരടി സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ, വന്യമൃഗങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയാണ് അയാൾക്ക് നന്നാവാൻ പറ്റില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും ഈ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഇതാ പെണ്ണിന് യഥാർത്ഥത്തിൽ ബാധ്യതകൾ മാത്രമല്ല ഉള്ളത്, അവകാശങ്ങളുമുണ്ട്. ഒരു സഹോദരി, എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരി എന്നോടൊരിക്കൽ പറഞ്ഞു, വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. ഭർത്താവ് അനങ്ങിയാൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഈ ആയത്തോടാണ് ഒരു നിവൃത്തിയില്ലാതെ ഇത് കാണാപാടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അനങ്ങിയാ പറയാ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് മേൽക്കോയ്മ ഉണ്ടാവും. അപ്പൊ നീ നമ്മുടെ വേലക്കാരിയാണെന്ന മട്ടിലാണ് പെരുമാറ്റം. ഇതിന് തിരിച്ചൊരായത്തോതാൻ വല്ല ചാൻസും ഉണ്ടോന്ന് ചോദിച്ചു. നിങ്ങളുടെ അടുത്ത ബന്ധു ഒരിക്കൽ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, സൂറത്തുൽ ബഖറയിലെ 228 ആയത്ത്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അപ്പൊ ആ സഹോദരി പറഞ്ഞു, അത് അത്ര തന്നെ നാക്കിന് വഴങ്ങൂല. മറ്റേതാണ് പറയണ ആ സുഖത്തിലെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ഭാര്യമാരുടെ മേൽ ബാധ്യതകളുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. വലഹുന്ന, അവർക്ക് കിട്ടാനുണ്ട്. മിസ്ലുല്ലദീ അലൈഹിന്ന, അവർക്ക് കൊടുക്കാനുള്ളതുപോലെ. എന്ന് പറഞ്ഞാൽ ബാധ്യത മാത്രമല്ല പെണ്ണുങ്ങൾക്കുള്ളത്, അതുപോലെ അവകാശങ്ങളും കിട്ടാനുള്ളവരാണ് പെണ്ണാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. നല്ല നിലയിൽ ന്യായമായിട്ടും പെണ്ണിന് ബാധ്യതയുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. അത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ രണ്ടു കൂട്ടർക്കും ബാധ്യതകളുമുണ്ട്, അവകാശങ്ങളുമുണ്ട്. ആണിനുണ്ട്, പെണ്ണിനുണ്ട്. രണ്ടു കൂട്ടരും കരുതണം. അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകണം. അതിൽ ആണ് പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഈ ആയത്താണ് ഞാൻ ആദ്യമായി ഓതിവെച്ചത്. എത്ര നല്ല ആയത്താണ്, എത്ര നല്ല പാഠമാണത് നൽകുന്നത്. സഹോദരിമാരെ, ഇതിൽ വല്ല വിഷമവും തോന്നുന്നുണ്ടോ? ഇല്ല. അർരിജാലു ഖവ്വാമൂൻ, പുരുഷന്മാർ കാര്യങ്ങൾ നോക്കിപ്പോരേണ്ടവരാണ്. നിങ്ങളെ വസ്ത്രം നോക്കേണ്ടത്, പെണ്ണുങ്ങളുടെ വസ്ത്രം നോക്കേണ്ടത് പുരുഷനാണ്. അവൾക്ക് പാർപ്പിടം നോക്കേണ്ടത് പുരുഷനാണ്. മക്കൾക്കും കുട്ടികൾക്കും സുഖമില്ലാതെയായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് പുരുഷനാണ്. എല്ലാ ബാധ്യതകളും പുരുഷൻ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കിപ്പോരേണ്ടവരാണ് പുരുഷന്മാർ. എന്തുകൊണ്ടാണിത്? ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. ഈ വിഷയത്തിൽ പുരുഷനേക്കാൾ സ്ത്രീയെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. നിങ്ങളിൽ ചിലരെക്കാൾ ആദരിച്ചു എന്നതുകൊണ്ട്, പുരുഷനെ പെണ്ണിനേക്കാൾ ആദരിച്ചു എന്നതുകൊണ്ട് അല്ല. മറിച്ചു പറഞ്ഞെങ്കിലും തെറ്റല്ല. ചില മഹാന്മാർ പറയുന്നു ഇത് വിശദീകരിച്ച്, പെണ്ണിനെ ആണിനേക്കാളും ആദരിച്ചിട്ടുണ്ട്. കാരണം അത് ഓരോരുത്തർക്കും അവകാശങ്ങളും ബാധ്യതകളും വരുമ്പോ ആ രണ്ട് ഭാഗത്തും അവർ ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഉദാഹരണങ്ങൾ പറയുമ്പോൾ വേഗം ബോധ്യപ്പെടും. ഈ ചെലവ് കൊടുക്കുന്ന കാര്യത്തിൽ ജോലിക്ക് പോകാനുള്ള കായിക ബലം അള്ളാഹു നൽകിയത് പുരുഷനാണ്. അപ്പൊ പുരുഷൻ പോകട്ടെ ജോലിക്ക്. എന്നിട്ടോ ആ പുരുഷൻ കഷ്ടപ്പെട്ടിട്ട് എല്ലുമുറിയെ പണിയെടുത്തിട്ട് ആ പുരുഷൻ തീറ്റിപ്പോറ്റട്ടെ പെണ്ണിനെ. ഇത് പുരുഷന്റെ ബാധ്യതയാണോ? പുരുഷന്റെ ബാധ്യതയാണ് പെണ്ണിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത്. കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വായിനെയും സ്വർഗത്തിലാക്കിയിട്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ശൈത്താൻ നിങ്ങളെ ഈ സുന്ദരമായ വീട്ടിൽ നിന്നും പടിയിറക്കാതിരിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെയിലേൽക്കാതെ തിന്നാം,
ഇവിടെ നിങ്ങൾക്ക് മഴയേൽക്കാതെ തിന്നാം, വെയിലേൽക്കാതെ മഴയേൽക്കാതെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള മാർഗങ്ങൾ ഇവിടെയുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു താഹായില് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കിയിട്ട് അല്ലാഹു പറയുന്ന വാക്ക് എന്താണത്? ഇന്നലക അല്ലാ തജൂഅ ഫിഹാ വലാ തഅറാ വഅന്നക ലാ തുദ്മഉ ഫിഹാ വലാ തുദ്ഹാ. ഈ സ്വർഗ്ഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നലക അല്ലാ തജൂഅ ഫിഹാ. ഇവിടെ പട്ടിണി അടക്കേണ്ടി വരില്ല, തിന്നാൻ ഭക്ഷണമില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. വലാ തഅറ, ഉടുക്കാൻ മുണ്ടില്ലാത്ത പ്രശ്നം ഉണ്ടാകൂല. വഅന്നക ലാ തുദ്മഉ ഫീഹാ, കുടിക്കാൻ വെള്ളമില്ലാത്ത പ്രശ്നം ഉണ്ടാകൂല. ദാഹജലം കിട്ടാത്ത പ്രശ്നം ഉണ്ടാകൂല. വലാ തുദ്ഹാ, വെയിലേറ്റ് വിയർക്കേണ്ടിയും വരില്ല. ഇതാണ് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഉടുക്കാനും നിങ്ങൾ വിയർക്കണ്ട, കഷ്ടപ്പെടണ്ട, വെയിലേൽക്കണ്ട, ഇരുന്നേടത്തിരുന്ന് തിന്നാം. ഇതാണ് സ്വർഗം. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ. യാ ആദമു, ഓ ആദമേ, ശരിക്കും ശ്രദ്ധിച്ചോ. യാ ആദമു, ഓ ആദമേ, ഇന്ന ഹാദാ അദുവ്വുൻ ലക. ഒരാളെ ചൂണ്ടിക്കൊടുത്തു, പിശാചിനെ. ഇവൻ നിന്റെ ശത്രുവാണ് കേട്ടോ. ഇന്ന ഹാദാ അദുവ്വുൻ ലക, ഇവൻ നിന്റെ ശത്രുവാണ്. വലി സൗജിക്ക്, നിന്റെ ഇണയുടെയും നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ശത്രുവാണ് ഇവൻ. ഇവൻ പഠിച്ച പണി മുഴുവൻ നോക്കും. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഇവൻ പണിപ്പെട്ട് നിങ്ങളെ ഒരിക്കലും പുറത്തു ചാടിക്കാതിരിക്കട്ടെ. ഫതഷ്കാ, അങ്ങനെ വല്ല സാഹചര്യത്തിലും പിശാചിന് വശംവദരായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ ഫതഷ്കാ, അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന എന്നതിനോട് ഒഴുക്ക് ഫതഷ്കയാ എന്ന് വായിക്കല, അല്ലേ? നിങ്ങളെ രണ്ടാളെയും സ്വർഗത്തിൽ നിന്ന് പിശാച് പുറത്ത് ചാടിക്കാതിരിക്കട്ടെ. ചാടിച്ചാൽ ഫതഷ്കയാ, നിങ്ങൾ രണ്ടാളും ക്ലേശിക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും, ക്ലേശം അനുഭവിക്കേണ്ടി വരും. അല്ലാഹ് അങ്ങനെയല്ല പറഞ്ഞത്. ആദമേ, നിങ്ങളെയും പെണ്ണുങ്ങളെയും ഇബ്ലീസ് പിശാച് സ്വർഗത്തിൽ നിന്ന് കുത്തി പുറത്ത് ചാടിച്ചാൽ ഫതഷ്കാ, അവള് കിച്ചണിൽ ഇരുന്നാ മതിയാകും, നിങ്ങൾ എല്ലുമുറിയ പണിയെടുക്കേണ്ടി വരും. കണ്ടോ, ആദം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു പറയുന്നത് ഫതഷ്കാ, നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ഇതാണ് പുരുഷന്റെ ബാധ്യത. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അതിനെ മഹത്വമായിട്ട് വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം. അതൊരു വീഴ്ചയായിട്ട് അല്ല, അത് ഒരു ബാധ്യതയായി വായിക്കേണ്ടവർക്ക് അങ്ങനെ വായിക്കാം, അവകാശമായി വായിക്കേണ്ടവർക്ക് അങ്ങനെയും വായിക്കാം. വിഷയങ്ങളെ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് അർരിജാൽ അലൻ നിസാ എന്ന് പറയാതെ അല്ലാഹു ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് എന്ന പ്രയോഗം നടത്താൻ തന്നെ കാരണം അതാണ്. ആർക്കാരെക്കാൾ ബഹുമാനം അത് വിഷയങ്ങൾക്കനുസരിച്ച് മാറും, അല്ലേ? തീർച്ചയാണ്. പള്ളിയിൽ പോകുന്ന കാര്യം നോക്കുമ്പോൾ പുരുഷനാണ് ബഹുമാനം, ഖുത്ബയോതുന്ന കാര്യം നോക്കുമ്പോൾ പുരുഷനാണ് ബഹുമാനം. അവിടെയൊക്കെ പുരുഷനെ ആ പണിയുള്ളൂ, മറ്റുള്ളവർക്കില്ല. പള്ളി വരാൻ അവകാശം, ഇതൊക്കെ നിസ്കാരം, പൊതു നിസ്കാരങ്ങൾ, ജമാഅത്ത്, ജുമുഅ, ഇതൊക്കെ പുരുഷനാണ്. ജിഹാദ് പുരുഷൻ. ഇങ്ങനെ പല ഭാഗങ്ങളിലും പുരുഷൻ ശ്രേഷ്ഠനാണ്. എന്നാലോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സ്ഥാനം കൊതിച്ചു പോകുന്ന പല ഭാഗങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. സൂറത്തുൽ നിസാഇന്റെ വലാ തതമന്നൗ ബിമാ ഫളലല്ലാഹു ബഅദകും അലാ ബഅദ്, നിങ്ങളിൽ മാ ഫളലല്ലാഹു ബഅദകും അലാ ബഅദ്, നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ മഹത്വമുണ്ടായി എന്നതുകൊണ്ട് നിങ്ങൾ ഒരു ടീം മറ്റൊരു ടീമാവാൻ കൊതിക്കരുത്. ആണ് പെണ്ണാവാനും കൊതിക്കരുത്, പെണ്ണ് ആണാവാനും കൊതിക്കരുത്. പെണ്ണാണാവാൻ കൊതിച്ച പല രംഗങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. ആണ് പെണ്ണാകാൻ കൊതിക്കോ? ഉണ്ടാകും. അത് ആനുകൂല്യങ്ങൾക്കനുസരിച്ചാണ്. പ്രസവ നോവ് അനുഭവപ്പെടുമ്പോ പെണ്ണിന് തോന്നും ആണായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലേ, ഈ അലാക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കാലും നീട്ടിവെച്ച് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വെട്ടിവിഴുങ്ങുമ്പോ പുരുഷനും തോന്നും ഞാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സ്വാഭാവികമാണ്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ആഗ്രഹം വരുന്നത്. ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു എന്തിനാ ആണ് പെണ്ണാവാനും പെണ്ണാണാവാനും കൊതിക്കുന്നത്? ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബ്ന, ആണിനും പെണ്ണിനും തുല്യമായ വിഹിതം ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾ ആണ് നിസ്കരിച്ചാൽ ഒരു കൂലിയും പെണ്ണ് നിസ്കരിച്ചാൽ ഒരു കൂലിയുമല്ല. ഭൂമിയിൽ അങ്ങനെയാ, ആണും പെണ്ണും പണിയെടുത്താൽ രണ്ടു കൂലിയാ. അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെയില്ല.
ഇത്തരത്തിലുള്ള ലിംഗവ്യത്യാസം അല്ലാഹുവിനില്ല. കൂലി കൊടുക്കുന്നിടത്ത് രണ്ടു കൂട്ടരും നിസ്കരിച്ച ഒരു കൂലിയ, രണ്ടു കൂട്ടരും നോമ്പ് നോറ്റാൽ ഒരു കൂലിയ. പക്ഷെ ചിലർക്ക് പറ്റൂല. ജിഹാദ് പെണ്ണിന് പറ്റൂല, പള്ളി പോക്ക് പെണ്ണിന് പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എങ്ങ് മാറ്റി നിർത്തൂ. ഇതുപോലെ തന്നെ മുലയൂട്ടൽ ആണിന് നടക്കൂല. അതുപോലെ തന്നെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുമ്പോ ഉപ്പമാർക്ക് തോന്നും ഉമ്മയായിരുന്നെങ്കിൽ. സ്വാഭാവികമാണ്, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത്, പുരുഷൻ പെണ്ണിനെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യതയുള്ളവരാണ് പുരുഷന്മാർ. അതാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവരുടെ സമ്പത്തുകളിൽ നിന്നവർ ചെലവഴിച്ച് മുഴുവൻ ചെലവും, പെണ്ണിന്റെ മുഴുവൻ ചെലവും നോക്കിപ്പോരുന്നതാണാകുമ്പോൾ ആ ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലാണ് പണമുള്ളത്, അവനാണത് ചെലവഴിക്കേണ്ടത് എന്നതുകൊണ്ട് ആ ആണിന് ആ അർത്ഥത്തിൽ ചില അധികാരങ്ങൾ സ്ത്രീകളുടെ മേലുണ്ടാവും. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ഉറപ്പല്ലേ? പണം ചെലവഴിക്കുന്നവർക്ക് അതിനുള്ള ഒരു അധികാരം അതുണ്ട്. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സംരക്ഷിച്ചതുപോലെ തന്നെ അതാ ഭർത്താവിന്റെ അഭാവത്തിൽ അവന്റെ സമ്പത്തും അതുപോലെ തന്നെ അവളുടെ ശരീരവുമൊക്കെ കാത്തു സൂക്ഷിച്ച് ഭർത്താവിനെ 100% അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണ് ഏതുണ്ടോ ആ പെണ്ണാണ് സാലിഹായ പെണ്ണ്. ഭർത്താവിനെ അടങ്ങി ഒതുങ്ങി ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. ഒരിക്കലും 50-50 എന്നും പറഞ്ഞ് ഫെമിനിസ്റ്റുകളുടെ കൂടെ നിന്ന് ആണും പെണ്ണും ഒപ്പത്തിനൊപ്പം നീങ്ങാൻ നോക്കണ്ട. ആദമിനെ പടച്ചതുപോലെ ഹവ്വായിനെ അല്ലാഹു പടച്ചിട്ടില്ല. ആദമിന്റെ വാരിയലിൽ നിന്നാ പടച്ചത്. ആണിന്റെ കീഴിലാണ് പെണ്ണു നിൽക്കേണ്ടത്. അവിടെ പെണ്ണൊരിക്കലും 50-50 എന്ന് പറഞ്ഞ് ഒപ്പം നിന്ന് കുലുക്കരുത്. അത് അപകടം. നോക്കുങ്ങൾ, ആദം നബിനെ ഹവ്വാ ബീവി അല്ലാഹു അങ്ങനെയാ പടച്ചതെങ്കിലും ഇവർ വിടുവായിരുന്നു. ഇങ്ങനെ ആയിട്ട് തന്നെ ഒപ്പത്തിനൊപ്പം എന്ന് പറയാം. അപ്പൊ അന്ന് ഹവ്വാ ബീവി അല്ലാഹു ഇങ്ങനെയാ പടച്ചതെങ്കിൽ, ആദമിനെ സൃഷ്ടിച്ചതുപോലെ മണ്ണ് ഉരുള കുത്തിയിട്ട് രൂപപ്പെടുത്തി എടുത്തിട്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ ഇവർ വിടുവായിരുന്നോ? അവിടെയാണ് മനുഷ്യ പ്രകൃതം തന്നെ അതിനെതിരാണ് എന്ന് തെളിയിക്കുകയാണ്. പെണ്ണാണിന് ഒതുങ്ങി ജീവിക്കേണ്ടവളാണ്. അത് ഒതുങ്ങാൻ തയ്യാറാവണം. ഒതുക്കമേ പ്രാക്ടിക്കലായിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലാത്തത് പ്രാവർത്തികമല്ല. അത് ബഡായിയാണ്. കാരണം ഇവിടെ പൊതുരംഗത്തിറങ്ങി പെണ്ണ് ഇറങ്ങിയിടത്തോളം ഫസാദല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. നല്ല ഭാര്യ, ആ വിഷയത്തിൽ ഞാൻ ഇൻഷാ അല്ലാഹ് കൂട്ടിപ്പറയാൻ ശ്രമിക്കാം. ഭാര്യമാരോട് പുരുഷന്മാർ കാണിക്കേണ്ടത് ഒന്ന് നല്ല പെരുമാറ്റം. ഖുർആൻ പറയുന്നു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഭർത്താക്കന്മാർ ഭാര്യമാരോട് കാണിക്കേണ്ടത് നല്ല സഹവർത്തിത്വമാണ്, നല്ല പെരുമാറ്റമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ആത്മനിയന്ത്രണം പാലിക്കണം. സമീപനത്തിൽ ആത്മനിയന്ത്രണം പാലിക്കണം. പൊട്ടിത്തെറിക്കരുത്, പൊട്ടിത്തെറിക്കാൻ പാടില്ല. നിങ്ങൾ പെണ്ണുങ്ങളെ സദുപദേശ ശൈലിയിലൂടെ കീഴടക്കുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പെണ്ണിനെ നിങ്ങൾ നല്ലത് പറഞ്ഞ് നന്നാക്കാൻ നോക്ക്. എന്താ കാരണം? മസിൽ പവർ കൊണ്ട് നന്നാക്കാൻ നോക്കിയാൽ നന്നാകൂല ഈ വർഗം. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നല്ല സതുപദേശ ശൈലിയുടെ മാറ്റിയെടുക്കാൻ നോക്ക്. ഫൈനൽ മർഅത ഖുലിഖത് മിൻ ളിലാൽ, പെണ്ണിനെ പടച്ചത് വാരിയലിൽ നിന്നാണ്. വൈന അഅ്വജ മാ ഫി ളിലാൽ അലാഹ്, വാരിയലിൽ ഏറ്റവും വളഞ്ഞത് അതിന്റെ മുകളിലുള്ള വാരിയലാണ്. അതുകൊണ്ടാ പെണ്ണിനെ പടച്ചത്. അതുകൊണ്ട് ആ ഒരു വളവ്, ആ ഒരു വക്രത പെണ്ണിന്റെ ശരീര ഷൈപ്പിലുണ്ടെന്നല്ല, അവളുടെ സ്വഭാവ ഷൈപ്പിൽ അത് കാണിക്കുക തന്നെ ചെയ്യും. അവളുടെ സ്വഭാവത്തിൽ ആ ഒരു വളവുണ്ടാവും. എത്രയായാലും പെണ്ണിന്റെ സ്വഭാവത്തിൽ ഒരു വളവ് അത് നിർബന്ധമാണ്. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി ഹദീസ്. ഇതെന്തിനാ പഠിപ്പിക്കുന്നത്? നബി പറഞ്ഞു, ഫഇൻ ദഹബത തുഖീമുഹു, ഒറ്റയടിക്ക് വളഞ്ഞ സ്വഭാവമുള്ള ഈ പെണ്ണിനെ നേരെയാക്കണമെന്ന് കരുതിയിട്ട് നീ നിവർത്താൻ പോയാൽ കസർത്തഹു, അത് പൊട്ടിപ്പോകും. അത് നീ പൊട്ടിച്ചു കളയലായിരിക്കും അതിന്റെ പര്യവസാനം. വഇൻ തറക്തഹു ലം യസൽ അഅ്വദ, എന്നാ ഏതായാലും വളഞ്ഞ സാധനം അത് പോണ വഴിക്ക് പോകട്ടെ എന്ന് കരുതി അങ്ങ് വിട്ടുകൊടുത്താലോ, ലം യസൽ അഅ്വദ, അത് കൂടുതൽ വളഞ്ഞ് രണ്ട് തലയും കുത്തിപ്പോകും. ഒരു വളഞ്ഞ കഴുക്കോല്, പഴയ കാലത്തൊക്കെ, ഇപ്പൊ കഴുക്കോലെന്നൊന്നും പറഞ്ഞാൽ തിരിയില്ല അല്ലെ? ഈ വളഞ്ഞ കഴുക്കോല് നേരെയാക്കാൻ എന്താ ചെയ്തിരുന്നത്?
വളഞ്ഞ ഒരു കമ്പ്, ഉണങ്ങിയ വളഞ്ഞ ഒരു കമ്പ് അത് നേരെയാക്കാൻ ഒറ്റയടിക്ക് ഇങ്ങോട്ട് നിവർത്തിയിട്ടുണ്ടെങ്കിൽ പൊട്ടും. പിന്നെന്താ ചെയ്യാം? എന്നാൽ അത് ഏതായാലും വളഞ്ഞു വിചാരിച്ച് ഒഴിവാക്കിയിട്ടാലോ വീണ്ടും അതിങ്ങനെ വില്ലുപോലെ വളഞ്ഞു വരും. പിന്നെന്താ ചെയ്യാം? ഇന്ന് ഭാരമുള്ള ഒരു സാധനം രണ്ട് തലക്കും കയറ്റി വെക്കും. നാളെ ആ ഭാരം അങ്ങോട്ട് ഒഴിവാക്കിയാൽ കുറച്ച് നിവർന്നിട്ടുണ്ടാവും, എന്നാലും കുറഞ്ഞൊരു വളവുണ്ടാവും. നാളെ അതിലേറെ ഭാരമുള്ള ഒരു സാധനം എടുത്തിട്ട് ഒന്നും കൂടെ വെക്കാം. മറ്റന്നാൾ അതിലേറെ ഭാരമുള്ള പതുക്കെ പതുക്കെ പയ്യെ പയ്യെ ശരിയാക്കി എടുക്കാം. ഇതാ പരിപാടി. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഫഇൻ ദഹബത തുഖൈമുഹു കസർതഹു വഇൻ തറക്തഹു ലം യദൽ അഅ്വജ്. ഒറ്റയടിക്ക് നിവർത്തണമെന്ന് കരുതിയാ പൊട്ടും, തീരെ നിവർത്തണ്ട നേരെ ആക്കണ്ട എന്ന് കരുതിയാ കൂടുതൽ വളയും. അപ്പൊ പയ്യെ പയ്യെ പതുക്കെ പതുക്കെ നന്നാക്കിയെടുത്താൽ ഏത് പെണ്ണും വഴിക്ക് വരും, ഏത് പെണ്ണും നന്നാവും. ഇത് നമ്മൾ കാണിക്കേണ്ട ഒരു ആത്മനിയന്ത്രണമാണ് സമീപനത്തിൽ പെണ്ണിനോട്. പൂർണ്ണമായി ഒരുത്തി നേരെയായി കിട്ടും എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്, അത് അപകടം ചെയ്യും. പാകപ്പിഴവുകൾ ഉണ്ടാകും പെണ്ണാണെങ്കിൽ എന്ന് ആദ്യം തന്നെ ഉറപ്പിച്ചു വച്ചാൽ, ഈ ഒരു മുൻധാരണയുണ്ടായാൽ പാകപ്പിഴവുകൾ ഭാര്യയിൽ നിന്ന് സംഭവിക്കുമ്പോൾ കോപം വിഴുങ്ങിക്കളയാൻ അത് സഹായകമാകും. അപ്പൊ നമുക്ക് കോപം ഒതുക്കാൻ കഴിയും. അത് ഞാൻ ആദ്യം ഉറപ്പിച്ചതാണ്, പെണ്ണാണ് വർഗം, അങ്ങനെയൊക്കെ സംഭവിക്കും. കണക്കിലേറെ അടിച്ചും തൊഴിച്ചും ശകാരിച്ചും നേരെയാക്കാമെന്ന് ആരും കരുതരുത്. സതുപദേശത്തിന്റെ ശൈലിയാണ് കരണീയം. അതുകൊണ്ട് തന്നെ സതുപദേശ ശൈലിയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വ അൽതഫുഹും ബി അഹ്ലിഹി. ഇമാം തുർമുദിയും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പറഞ്ഞത്? മുഅ്മിനീങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ളവരാരാ? നിങ്ങൾക്കറിയോ? അഹ്സനുഹും ഖുലുഖാ വ അൽതഫുഹും ബി അഹ്ലിഹി. കുടുംബത്തോട് ഏറ്റവും സ്നേഹം കാണിക്കുന്നവൻ, ആർദ്രത കാണിക്കുന്നവൻ, നല്ല സ്വഭാവം കാണിക്കുന്നവൻ, അവനാണ് ഏറ്റവും നല്ല മുഅ്മിന്, അവനാണ് ഏറ്റവും നല്ല വിശ്വാസി. ആത്മനിയന്ത്രണം പാലിക്കണം സമീപനത്തിൽ എന്ന് പറഞ്ഞൊരു ചെറിയ ഉദാഹരണം പറയാം. ഉദാഹരണം പറയാൻ സുഖമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇത് പാലിക്കണമെങ്കിൽ നല്ല ഇച്ഛാശക്തിയുള്ളവർക്ക് ഇത് പാലിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങള് ജോലിഭാരം കൊണ്ട് തളർന്ന അവശനായി വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം വീട് ആകെ ഡിസോർഡറായി കിടക്കുക. ഒരു ഭാഗത്ത് ചപ്പുചവറുകൾ കുന്നുകൂടിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് കുട്ടികളുടെ പുസ്തകങ്ങളും ബാഗുകളും ഒക്കെ അലക്ഷ്യമായി വിതറിക്കിടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് വീട്ടുപകരണങ്ങളെല്ലാം അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നുണ്ട്. ആകെ ഡിസോർഡറായി കിടക്കുകയാണ് വീട്. അടുക്കും ചിട്ടയുമില്ലാത്ത സാധനങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. ഇവിടെ നിങ്ങൾ ഇതിങ്ങോട്ട് കാണുമ്പോ, വൈകുന്നേരം കയറി വരുമ്പോ പുരേക്കട് കയറുമ്പോ തന്നെ കാണുന്നത് ഇതാണ്. ഡൈനിങ് ഹാളിൽ ഇതെല്ലാം കൂടെ അങ്ങനെ പരന്ന് ചപ്പും ചവറും. ഇതിങ്ങോട്ട് കാണുമ്പോണ്ട് ഒരു കലി കയറാൻ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് സമീപനം അവിടെ കൈക്കൊള്ളാം. എന്താണ് ആ രണ്ട് സമീപനം? ഒന്ന്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒതുക്കിപ്പിടിച്ച ആ കോപം മൊത്തം സ്ഫോടനാത്മകമായി പൊട്ടിത്തെറിക്കാം പുറത്തേക്ക്. എന്താടി എനിക്കിവിടെ പണിയെന്ന് ചോദിച്ചിട്ടേ പൊട്ടിത്തെറിച്ച് അവളെ അടിച്ച് ശകാരിച്ചോ അടിച്ചോ ഒക്കെ അവളെ നേരെയാക്കാന്ന് കരുതിയാൽ ഒരുപക്ഷെ ആ പെണ്ണ് കരയും, അല്ലെങ്കിൽ കൂടുതൽ ചെലച്ചുകൊണ്ടിരിക്കും. ഒരു പേടിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. അല്ലെങ്കിലും പെണ്ണെ തല്ലരുത്, തച്ചാ പോയി കാര്യം. തല്ലരുത്. തല്ല് കിട്ടുമോ എന്ന് തോന്നിക്കഴിയണം മരിക്കോളും. കൈ ശരീരത്തിൽ വീണുപോയാൽ അതിന്റെ വില നഷ്ടപ്പെടും. തീർച്ചയാണ് ആ കാര്യം. അള്ളാഹുവിന്റെ ഹബീബ് കണക്കിന്